ക്യാൻസർ, സോറിയാസിസ്, വൃക്ക രോഗങ്ങൾ തുടങ്ങി മാറാൻ പ്രയാസമുള്ള രോഗങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത് മോഡേൺ മെഡിസിനെയാണ്. അവിടെ നിന്ന് പരാജയപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റുള്ള ചികിത്സാ രീതിയിലേക്ക് കടക്കുന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ചൈന, ജർമ്മനി പോലുള്ള വിദേശ രാജ്യങ്ങളിൽ മോഡേൺ മെഡിസിനോട് കൂടെ തന്നെ അവരുടെ പാരമ്പര്യ ചികിത്സാ രീതികളും കൂടി ചേർന്നാണ് അവർ ട്രീറ്റ്മെന്റ് ചെയ്യാറുള്ളത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഡോക്ടർ സി പി മാത്യൂസ് ക്യാൻസർ കെയർ വെൽനസ് സെന്ററിലാണ്. ഇവിടെ മോഡേൺ മെഡിസിനോട് സമന്വയിപ്പിച്ചാണ് ആയുർവേദ ആൻഡ് സിദ്ധ ട്രീറ്റ്മെന്റ് നടത്തി വരുന്നത്. നമുക്കിവിടെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അകത്ത് കുറച്ച് പേഷ്യൻസ് ഇരിപ്പുണ്ട്. അതിലൊരാള് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിക്കാം. ചേട്ടാ, പേരെന്തായിരുന്നു? എൻ്റെ പേര് ജോസഫ് എന്ന് പറയും. എവിടെയായിരുന്നു സ്ഥലം? ഞാൻ ഇടുക്കി. ഓക്കെ. ഇവിടെ എങ്ങനെയാ എത്തിപ്പെട്ടത്? ഇവിടെ എത്തിപ്പെടാനുള്ള റീസൺ എന്താ? റീസണ് എൻ്റെ കാലിന് ഒരു വ്രണം പോലെ ഉണ്ടായി. അത് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അത് മെലിനോമയാണ് എന്നുള്ളൊരു ക്യാൻസറിൻ്റെ ഇതുപോലെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവർ പറഞ്ഞത് അത് കടലേക്കൊക്കെ വരും. ഇതിൻ്റെ ആ കടലെല്ലാം ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫർദർ അടുത്ത നെക്സ്റ്റ് എന്തെങ്കിലും ഇച്ചിരി സൈഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് വലിയ അത്രയും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വന്നുകൊണ്ട് നമ്മൾ നേരെ നമുക്ക് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞനുസരിച്ച് നമ്മൾ ചിരിയാൻ ആശ്രമത്തിലേക്ക് വന്നത്. ആശ്രമത്തിൽ വന്നതിന് ശേഷം ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പം നോക്കി അവർ പറഞ്ഞ് നമുക്ക് ആ ക്യാൻസർ വന്ന ഭാഗം ഒരു എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോയി അത് കട്ട് ചെയ്ത് മാറ്റുകയും അതിനുശേഷം വന്ന കംപ്ലീറ്റ് ചികിത്സകൾ നമ്മൾ ഇവരുടെ സജഷൻ അനുസരിച്ച് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോയി. അത് മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ഫലമായിട്ട് ഇത് പൂർണ്ണമായിട്ട് അത് മാറിക്കിട്ടുകയും അത് ഈ കടലേക്കൊന്നും ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു കേസുകളോ ഒന്നും വന്നില്ല. വന്ന് സി പി മാത്യു സാറിനെ കാണുന്ന മാത്യു സാർ പറഞ്ഞു അത് ശരിയാവും, കുഴപ്പങ്ങളില്ല എന്നൊക്കെ പറഞ്ഞപ്പം തന്നെ എൻ്റെ മനസ്സിലൊരു ചെറിയൊരു ആശ്വാസം വന്നു, ക്ലിയർ ആവുമല്ലോ എന്നുള്ളത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് ആ മാസം തന്നെ ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒന്നുകൂടി ബ്ലഡും പ്ലേറ്റ്ലെറ്റും കുറഞ്ഞു. അങ്ങനെ ഡോക്ടറെ വിളിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു പ്രാവശ്യം കയറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡും പ്ലേറ്റ്ലെറ്റും കയറ്റി. പിന്നെ ഈ നിൽക്കുന്ന സമയം വരെ ബ്ലഡും പ്ലേറ്റ്ലെറ്റിലും കയറ്റേണ്ട ആവശ്യം വന്നിട്ടില്ല. നല്ല സന്തോഷമായിട്ടാണ് ഇപ്പം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല. ഈ ഹോസ്പിറ്റലിൽ ഇവിടുത്തെ ജീവനക്കാരും ഡോക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയാൻ ഒരുപാടുണ്ട്. നല്ല കാര്യങ്ങൾ മാത്രമേ ഇവരെ കുറിച്ച് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്കിങ്ങനെ ഒന്ന് പറയാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ മുന്നോട്ടേക്ക് പോവില്ല എന്നുള്ളൊരവസ്ഥയിൽ വരെ ഞാൻ നിന്നിട്ടുണ്ട്.